പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ടും രാവിലെ സമയത്ത് ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഏതെങ്കിലും ഒരു കരാറിന്റെ പുറത്ത് ഒരുമിച്ച് താമസിക്കുക മാത്രമല്ല. അവിടെ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അതായത് ശിവനും പാർവതിയും എപ്രകാരം കാണപ്പെടുന്നു, അർദ്ധനാരീശ്വരൻ തന്റെ ശരീരത്തിന്റെ പകുതി ഭഗവതിക്കായിട്ട് മാറ്റിക്കൊടുത്ത ദേവനാണ് പരമശിവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവന്റെ പകുതി പങ്കാളിയെ കൽപ്പിക്കുന്നത്. നമുക്ക് തുല്യം തന്നെയാണ്, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം ഒരുപോലെ എന്നുള്ള രീതിയിലാണ് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ഒരു ദാമ്പത്യ ജീവിതം കാണപ്പെടുക. എന്നാൽ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണല്ലോ. ചില കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ഭാര്യയ്ക്ക് വലിയ വില കൊടുക്കാത്ത ഭർത്താവും ഭർത്താവിന് വില കൊടുക്കാത്ത ഭാര്യയൊക്കെ ഉണ്ടാവും. എന്നാൽ എല്ലാ വീടുകളിലും ഉള്ള കാര്യമല്ല ഇത്. ഒരുപാട് പേർ പരസ്പര ധാരണയോടുകൂടി തന്റെ പങ്കാളി എന്നെന്നും തന്നോടൊപ്പം ജീവിക്കണമെന്ന ചിന്തയോടുകൂടി കഴിയുന്നവരുണ്ട്. അവര് ഉറച്ച വിശ്വാസികളായിരിക്കും. അവർക്ക് ജീവിതത്തിൽ എപ്പോഴും പതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരാളായിരിക്കും. തന്റെ മാംഗല്യം, തന്റെ താലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറാകുന്ന സ്ത്രീജനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത്. എന്നാൽ ഇതിനൊന്നും വലിയ വില കൊടുക്കാത്ത സ്വാതന്ത്ര്യാകാംക്ഷകൾ കൂടുതലായിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കും. അത് അവരുടെ താല്പര്യം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ അവിടെ ഒരു വിമർശനങ്ങളോ ഒന്നും നമ്മൾ ഉയർത്തുന്നില്ല. പകരം ഒരു കുലധർമ്മം, പത്നീധർമ്മം അനുസരിച്ച് ഒരു സ്ത്രീ രാവിലെ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ തനിക്കും തൻ്റെ ഭർത്താവിനും തൻ്റെ കുടുംബത്തിനും ഏറ്റവും ശ്രേയസ് വരുത്തുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാരുടെ തലമുറ തൊട്ട് ഇങ്ങനെ തുടർന്ന് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും അമ്മമാർക്കൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോയതും കുറച്ച് പേരിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണിവ. ഒരു ഹൈന്ദവ ജീവിത വൃത്തിയിലൂടെ നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും പാലിച്ചു വെച്ചിരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്, കുറേയധികം മാനസികവും ശാരീരികമായിട്ട് വിഷമതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പതിയെ പതിയെ മാറി നിങ്ങളുടെ ജീവിതം ഭംഗിയാവുന്നതായിട്ട് കാണാം. മാത്രമല്ല ഭർത്താവിന്റെ ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾക്കും ഇത് ഗുണകരമാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ സ്ത്രീക്ക് അഥവാ ഈ ഭാര്യയ്ക്കും അവരുടെ ഈശ്വരാധീന ചൈതന്യം വർദ്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ്. അപ്പോൾ വളരെ വിലപ്പെട്ട ഒരു അറിവാണിത്. പൂർണ്ണമായിട്ട് ഇത് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തിലും നല്ല വെളിച്ചങ്ങൾ കിട്ടട്ടെ. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഭാര്യാഭർത്തൃ സങ്കല്പത്തെ കുറിച്ച് നമുക്കറിയാലോ. അപ്പോൾ ഒരു ഭാര്യയായി കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അച്ഛൻ്റെ അമ്മയുടെ സംരക്ഷണയിൽ നിന്ന ഒരു പെൺകുട്ടി മറ്റിടത്തേക്ക് വന്നൊരു ഗൃഹനായികയാവുകയാണ്. ആ ഗൃഹനായിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെടുന്തൂണാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒരാളല്ല, ഒരു ഗൃഹലക്ഷ്മിയാണ്. അവൾ അമ്മ എന്ന് വിളിക്കപ്പെടുമ്പോൾ അവൾ ഭഗവതിക്ക് തുല്യമാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ഇത്രയും മൂല്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഈ ഭാര്യ എന്ന് പറയുന്നത്. പത്നി ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നിത്യം രാവിലെ നമുക്ക് കുറച്ചു നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ചിട്ടകളിൽ വരുത്തേണ്ടുന്ന, ഇതിപ്പം ഭാര്യാധർമ്മം എന്ന് ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതിൽ ചില കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഗുണമാണ്. ചിലപ്പം ഭർത്താവ് ഡിവോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടായിരിക്കും. പക്ഷെ ഇതിലെ ചില കാര്യങ്ങൾ ആര് പാലിച്ചാലും ഗുണം ചെയ്യുന്നതാണ്. ചിലത് ഒരു മംഗല്യവതിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. നമുക്ക് അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതിരാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുക്കെ നമുക്ക് ആർജിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. എന്നാൽ പാതിരാ കഴിഞ്ഞിട്ടും കിടന്നുറങ്ങാത്ത ഒരാൾക്ക് അതിരാവിലെ എഴുന്നേൽക്കുക സ്വാഭാവികമായിട്ട് കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കശീലം കുറച്ചുകൂടി നേരത്തെ ആക്കണം. ഒരു 10:30-കോ 10 മണിക്കോ ഒക്കെ മാക്സിമം അത് കഴിഞ്ഞു പോകാതെ ഒരു ഉറക്കം നമ്മൾ
ശീലിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുലർച്ചെ ഒരു 4:30 5 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഒരു ഉറക്കം കിട്ടിയതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. മിനിമം നമ്മളൊരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പറയുന്നത്. അതിനനുസരിച്ചുള്ള ഉറക്കത്തിന് ഒരു ടൈം നിങ്ങൾ നേരത്തെ കിടക്കണം എന്നുള്ളതാണ്. ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ ശുചിത്വത്തിനുള്ള കാര്യങ്ങളായി കുളിച്ച് നമ്മൾ ശുദ്ധിയായി വന്ന് നിലവിളക്ക് തെളിയിക്കുന്നത് ഏറെ ഗുണകരമാണ്. നിലവിളക്ക് തെളിയിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ തെളിയിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പുലർച്ചെ അതിപ്പം സൂര്യ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം എപ്പോഴാവട്ടെ അപ്പോൾ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മാറ്റം ഉണ്ടായി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം ചൈതന്യമാണ് നിങ്ങൾ ആ സമയത്ത് ആർജിച്ചെടുക്കുന്നത്. ജീവിതത്തിൽ ഇതൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ചെയ്തു നോക്കും. എന്നിട്ട് പറയും എന്തൊരു മാറ്റമാണത്. പക്ഷെ ഒരു കാര്യമുണ്ട്, തലേദിവസം നേരത്തെ കിടന്ന് ഉറങ്ങണം കേട്ടോ. എനിക്ക് രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഉറക്കം വരും. അത് പാടില്ല. കാര്യം ചിലർ പറയും നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങാൻ തോന്നി എന്ന് പറയുന്നവരുണ്ട്. അത് പാടില്ല. നമ്മൾ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് വേണം രാവിലെ എഴുന്നേൽക്കാൻ കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യമാണ് സൂര്യ നമസ്കാരം ചെയ്യുക എന്ന്. സൂര്യ നമസ്കാരം ചെയ്യാൻ യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഇത് അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ കിഴക്കോട്ട് നോക്കി തൊഴുത് ഓം സഹസ്രകിരണായ ആദിത്യായ നമ എന്നുള്ളൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം 8 ജപിക്കാം. ഈ സമയത്ത് യോഗ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ വളരെ നല്ലതാണ്. യോഗ ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേക ക്രിയ തന്നെ ഉണ്ട്. അതിലൂടെ ആസനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ശരീരത്തിന് വേണ്ടുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു സൂര്യ നമസ്കാര ക്രിയയിലൂടെ കിട്ടും. അതിന് വിശേഷാലായിട്ടുള്ള മന്ത്രമുണ്ട്. ഇല്ലെങ്കിൽ ഓം സൂര്യായ നമ എന്ന് മാത്രം ജപിച്ച് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ആ ടൈമിൽ കുറേ അധികം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തോളൂ. നിങ്ങളുടെ ശരീരത്തിന് വഴക്കമുള്ള അതിപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ആയാലും ഇനി ചിലപ്പോൾ സൂംബ ആയിരിക്കും അറിയാന്നുള്ള അതാ എന്താവട്ടെ കുറച്ച് ശരീരം ഇളക്കി ഉള്ള കുറച്ച് എക്സസൈസ് നിങ്ങൾ ചെയ്യണം രാവിലെ സമയത്ത്. അതോടുകൂടി ഒരു ഉന്മേഷം നമുക്ക് വർദ്ധിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം വിട്ടുപോകാതെ ജപിക്കുകയും വേണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്താൽ അന്ന് രാവിലെ ഈ സൂര്യ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം താലിശുദ്ധി എന്ന് പറയുന്നൊരു കർമ്മമുണ്ട്. പല സ്ത്രീകൾക്ക് ഇന്ന് അറിയില്ല ഈ താലിശുദ്ധി എങ്ങനെ ചെയ്യണമെന്ന്. നിത്യേന താലിശുദ്ധി ചെയ്യുന്ന വിഭാഗം നമുക്കുണ്ട്. അതിന് വളരെ ലളിതമാണ് കാര്യം. കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ട് താലിയിലേക്ക് ഒഴിക്കുക. നമ്മൾ താലി ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ഒരു മന്ത്രം ജപിക്കണം. അതിങ്ങനെയാണ് ഓം ഹ്രീം ഉമാമഹേശ്വരായ ദീർഘമാംഗല്യം സിദ്ധയ സിദ്ധയ എന്നിങ്ങനെ 8 തവണ ജപിച്ച് നമ്മൾ ഈ ജലം മുഴുക്കെ തലയിലേക്ക് ഒഴിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് താലിയെടുത്ത് നെറ്റിയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ മുട്ടിക്കും. ഇതാണ് ചെയ്യുന്ന. അതാണ് താലിശുദ്ധി ക്രിയ എന്ന് പറയുന്നത്. ഈ താലിയുടെ ചൈതന്യം വർദ്ധിക്കുകയും നമുക്ക് ദീർഘമാംഗല്യം സിദ്ധിക്കുകയും നമ്മുടെ ദാമ്പത്യ ജീവിതം അല്ലലുകളില്ലാതെ മറികിട്ടാനൊക്കെ ഇത് വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. പണ്ട് വിവാഹം കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളടുത്ത് അമ്മ ആദ്യം ഉപദേശിക്കുന്നത് നീ താലിശുദ്ധി ചെയ്യണമെന്നുള്ളതാണ്. ഇന്ന് ഏതാണ്ടൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. പലർക്കും പറഞ്ഞു കൊടുക്കാൻ തന്നെ അറിയില്ല ഇത് ചെയ്യണമെന്നുള്ള കാര്യം. നിങ്ങളുടെ താലി ഏത് രൂപത്തിലുള്ള ആവട്ടെ, ഇരട്ടത്താലി, ഒറ്റത്താലി, അല്ലത്താലി, അങ്ങനെ എന്താവട്ടെ, ആർക്കും വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം സീമന്തത്തിൽ സിന്ദൂരം തൊടണമെന്നാണ്. ചിലർ കുളി കഴിഞ്ഞാൽ ഉടനെ സീമന്തത്തിൽ സിന്ദൂരം തൊടും. ഈ താലിശുദ്ധി എന്നൊരു താലിശുദ്ധി കഴിഞ്ഞിട്ടാണ് സിന്ദൂരം തൊടുക. അല്ല നേരത്തെ തൊട്ടുപോയി എന്ന് പറഞ്ഞതിന്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്നുള്ളതാണ്. ചിലര് ആ സിന്ദൂരം നെറ്റി തൊടുകയും ഒരല്പം സിന്ദൂരം താലിയെ തൊടുകയും ചെയ്യും. ആ നിർബന്ധം പറയുന്നില്ല. തലയിൽ സിന്ദൂരം തൊടണമെന്ന് നിർബന്ധം പറയാം. അങ്ങനെ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ ആയിക്കോളൂ. ഇനി അഗ്നി ജ്വലനമാണ്. നമ്മൾ അടുപ്പത്ത് തീ എത്തിക്കുമല്ലോ പാചകത്തിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യമായിട്ട് തീ ജ്വലിപ്പിക്കുമ്പോൾ ഓം രം അഗ്നയേ നമ, ഓം രം അഗ്നയേ നമ എന്നുള്ള മന്ത്രം ജപിച്ച് 3 വട്ടം ജപിച്ചു വേണം. അത് ഗ്യാസിലാവട്ടെ വിറകടുപ്പിലാവട്ടെ എങ്ങനെയായാലും നിങ്ങൾ അഗ്നി ജ്വലിപ്പിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി അടുപ്പത്തൊക്കെ വയ്ക്കുമല്ലോ. അരി അടുപ്പത്ത് വയ്ക്കുമ്പോൾ പലപ്പോഴും പലരും പലവിധ ചിന്തകളിലൂടെയാണ് ഈ അരി അടുപ്പത്ത് വയ്ക്കുന്നത്. ചിലപ്പോൾ കുറച്ച് സംഘർഷം കലർന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഓഫീസിലെ കാര്യമായിരിക്കും. അങ്ങനെ പല ചിന്തകളിലായിരിക്കും ഇവർ സംഘർഷം കണ്ടോ മറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഈ അരി അടുപ്പത്തിടുന്നത്. അതൊരിക്കലും പാടില്ലാത്തതാണ്. നമ്മൾ അരി അടുപ്പത്തിടുമ്പോൾ ജപത്തോടു കൂടി വേണം ഇടേണ്ടത്. ഓം ഹ്രീ അന്നപൂർണേശ്വര്യേ നമ എന്നുള്ള മന്ത്രം ജപിച്ചിട്ട് വേണം അരി അടുപ്പത്തിടാൻ. അത് 3 വട്ടമായിട്ട് അരി അടുപ്പത്തോട്ടിടുമ്പോഴാണ് ഇങ്ങനെ ജപിക്കുക. ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ തലേദിവസം റൈസ് കുക്കറിലൊക്കെ അരിയിട്ട് വയ്ക്കുന്ന ശീലമുണ്ട്. അപ്പൊ തലേദിവസം നിങ്ങൾ അരി അടുപ്പത്തിടണം. എപ്പോഴാകട്ടെ അരി അടുപ്പത്തിടുമ്പോൾ ഈ മന്ത്രം ജപിച്ച് തന്നെ അരി അടുപ്പത്തിടുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള ഊണ് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ആളിന് ആ അന്നം പൂർണ്ണമാവുകയും
അവർക്ക് ആരോഗ്യസിദ്ധി വരികയും മാത്രമല്ല കുറേയധികം സമാധാനമൊക്കെ കിട്ടും. നിങ്ങൾ സംഘർഷത്തോടു കൂടിയൊക്കെയാണ് അരി അടുപ്പത്തിട്ട് അത് വിളമ്പി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായ സംഘർഷം അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും ബാധകമാകും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാം, സീരിയലൊക്കെ കണ്ട് ആ ദേഷ്യത്തിലൊക്കെ വന്നിട്ട് അരിയൊക്കെ അടുപ്പത്തിടുക, മറ്റു പാചകങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പം ആ ഭക്ഷണം കഴിക്കുന്ന പലരിലേക്കും ഈ ഒരു കർമ്മയുടെ ഒരു എനർജി വരും. അത് അവിടെയുള്ള എല്ലാ വ്യക്തികളിലേക്കും ആ സംഘർഷത്തിന്റെ വിത്ത് പടരും. അതുകൊണ്ട് മനസ്സെപ്പോഴും ശുദ്ധമായി ശാന്തതയോടുകൂടി ഈ കൊടുക്കുന്ന ആഹാരം ഇവർക്ക് ഗുണപരമാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം അടുപ്പത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീടും പരിസരവും ശുചിയാക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും ആദ്യമല്ലേ വീടും പരിസരവും ശുചിയാക്കുക എന്നുള്ളത്. അതെ, വൈകി എഴുന്നേൽക്കുന്നവർക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ രാവിലെ ഉറക്കം അവര് തലേ ദിവസമൊക്കെ വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂജാമുറിയുടെ ഭാഗമൊക്കെ അവര് നല്ല വെടിപ്പാക്കിയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവര് വിളക്ക് തെളിയിച്ചു. രാവിലെ അരിയൊക്കെ അടുപ്പത്ത് ഇട്ടതിന് ശേഷം അപ്പോഴും സൂര്യ ഉദിച്ചു വരും. അപ്പോഴും വീടും പരിസരമൊക്കെ നല്ല വെളിച്ചം വരും. അപ്പോഴായിരിക്കും പോയി മുറ്റം അടിക്കുക എന്നുള്ളത്. അല്ല, അതിരാവിലെ മുറ്റം അടിക്കാൻ പോയാൽ ചിലപ്പം വിഷജന്തുക്കളൊക്കെ ആ പറമ്പിലും പരിസരങ്ങളിലൊക്കെ കാണും. അപ്പൊ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ ഉദിച്ചിട്ട് ഇത്തരം ക്ലീനിങ്ങുകൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അതായിരിക്കും ഗുണകരം. എന്നാൽ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലമാണ്. വേറെ കാട്ടുമൃഗങ്ങളോ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരോ അല്ലെങ്കിൽ ഇഴജന്തുക്കളോ ഒക്കെ കടന്നു വരാത്തൊരു ഇടമാണെങ്കിൽ നിങ്ങൾക്ക് സൂര്യ ഉദിക്കണതിന് തൊട്ട് മുമ്പൊക്കെ വൃത്തിയാക്കാം. അത് പറയുന്നതാണ്. ഈ സമയം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തളിച്ച് കോലം ഇടേണ്ടതുണ്ട്. സൂര്യൻ ഉദിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കോലം ഇടണം. ചിലയിടത്തൊക്കെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കോലം ഇടുന്ന രീതിയുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നവർക്കാണ് അങ്ങനെ പറ്റുക. വീട്ടു മുറ്റത്ത് കോല ഇടുക എന്നുള്ളത്. കോല ഇടുന്നത് ഏതെങ്കിലും ഇപ്പം ബ്രാഹ്മണ്യ വർഗത്തിൽപ്പെട്ട ഒരാൾക്കോ അങ്ങനെ മാത്രം പറഞ്ഞിട്ടുള്ള, സ്ത്രീകൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത് ഏതാണ് വീട്ടിന് മുന്നിൽ കോല ഇടുക എന്നുള്ളത്, അരിക്കോല. അപ്പം പലരും അരിക്കോല അല്ല, അതിന് വേണ്ടിയിട്ട് വേറെ കോലപ്പൊടി എന്ന് പറഞ്ഞ മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഇടുന്നത്. അത് അറിഞ്ഞുകൂടാത്തവർക്ക് യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് കോലം ഡിസൈൻസ് മനസ്സിലാക്കാൻ പറ്റും. അത് ചെയ്യുന്ന രീതിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുക. കഴിയുമെങ്കിൽ ആ ദിവസം ഒരു ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുക. ഇപ്പൊ എല്ലാ സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ഈ പറഞ്ഞ എല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ ഈ ശുദ്ധം ഉള്ള സമയത്താണ് മന്ത്രജപങ്ങൾക്കും നിലവിളക്ക് കൊടുത്തുന്ന കാര്യത്തിലൊക്കെ ഉള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് മാസമുറ ഉള്ളപ്പോൾ അവരിത് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു കാര്യം ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ടത് ആവശ്യമില്ല. ഹൈന്ദവത്തിലൂടെ ജീവിച്ചു വരുന്ന എല്ലാവർക്കും ഇത് വ്യക്തമാകുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾ രാവിലെ സമയത്തെ ഭംഗിയാമണ്ണ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൂടി വരും. നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വിഷമതകൾക്ക് ഒരു അറുതി വരാൻ ഇത് കാരണമാകും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ കൈവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതിനു മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിനപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.